ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗ്രേസൺ വാലർ, ആസ്റ്റിൻ തിയറി ഇവരുടെ ഷോയാണ് നടന്നത്. സ്പെഷ്യൽ ഗസ്റ്റായിട്ട് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സും വന്നിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് മുഴുവനായിട്ടും ഇവർ കോഡി റോഡ്സിനെ കളിയാക്കുന്നതായിട്ടും അതുപോലെ തന്നെ കോഡി റോഡ്സ്, കെവിൻ ഓവൻസ് ഇവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് കോഡി റോഡ്സ് കെവിൻ ഓവൻസിനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോഡിയെ കളിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെവിൻ ഓവൻസ് മുൻപ് ഹീൽ ടൈം ചെയ്ത സമയത്ത് ഫ്രണ്ട്സിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഫുട്ടേജ് എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് കോഡി റോഡ്സിന് ഈ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്നൊക്കെയും ഇവർ ആ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രത്യേകത, WWE വിട്ട് AEW പോയ ക്രിസ് ജെറിക്കോയുടെ ഫുട്ടേജും അതിൽ കാണിച്ചിരുന്നു. ക്രിസ് ജെറിക്കോ, കെവിൻ ഓവൻസ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനെതിരെ കെവിൻ ഓവൻസ് തിരിയും എന്നുള്ളതാണ് ഇവർ ഇതിൽ ഉദ്ദേശിച്ചത്. അതേസമയം കോഡി റോഡ്സ് പറയുന്നത് ആസ്റ്റിൻ തിയറിയാണ് നിനക്കെതിരെ തിരിയാൻ പോകുന്നത്, അല്ലെങ്കിൽ ആസ്റ്റിൻ തിയറിനെയാണ് നീ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. പിന്നീട് ഗ്രേസൺ വാലർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും പിരിയാൻ പോകുന്നില്ല എന്നൊക്കെ. പിന്നീട് അവിടെ കെവിൻ ഓവൻസ് വന്നുകൊണ്ട് ഇവരുമായി സംസാരിച്ച് ശേഷം നിക്ക് ആൾഡിൻസിനെ വിളിച്ചുകൊണ്ട് ഇന്നൊരു മാച്ച് വേണം എന്നൊക്കെ പറയും. അപ്പോൾ നിക്ക് ആൾഡിൻസ് ഇതൊരു ടാഗ് ടീം മാച്ചാക്കി മെയിൻ ഇവന്റായി കൺഫേം ചെയ്യും. കെവിൻ ഓവൻസ് ആൻഡ് കോഡി റോഡ്സ് വേഴ്സസ് ആസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൺ വാലർ ഇവർക്ക് തമ്മിലുള്ള മാച്ച് കൺഫേം ചെയ്തതിന് ശേഷം കെവിൻ ഓവൻസ് ഗ്രേസൺ വാലറിനെ അറ്റാക്ക് ചെയ്യട്ടെ എന്നൊക്കെ നിക്ക് ആൾഡിൻസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിക്ക് ആൾഡിൻസ് അതിനും പെർമിഷൻ കൊടുത്തു പോകുമ്പോൾ ഇവരെ റിങ്ങിൽ കയറി ഗ്രേസൺ വാലർ ആൻഡ് ആസ്റ്റിൻ തിയറി ഇവരെ അറ്റാക്ക് ചെയ്ത് കോഡി റോഡ്സ് ക്രോസ് റോഡ്സ് ചെയ്യാൻ നോക്കുന്ന സമയത്തെല്ലാം കെവിൻ ഓവൻസിനെ കോഡി റോഡ്സിന്റെ മേലേക്ക് തള്ളിയിട്ട് ഒരു സ്പാർക്ക് ഉണ്ടാക്കി ആസ്റ്റിൻ തിയറി, ഗ്രേസൺ വാലർ എസ്കേപ്പായി. അതോടുകൂടി ഈ സെഗ്മെന്റ് കഴിഞ്ഞു. അപ്പോൾ ഈ സെഗ്മെന്റ് ഒരു നല്ല സെഗ്മെന്റ് ആയിരുന്നു. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഫസ്റ്റ് നടന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യനായ LA നൈറ്റ് വേഴ്സസ് സാന്റോസ് എസ്കോബാർ. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുമ്പോൾ രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഇവർ രണ്ടുപേരും ചേർന്ന് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ അറ്റാക്ക് ചെയ്ത് സാന്റോസിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ റെഫറി അത് കണ്ട് ഇവരോട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാനായിട്ട് പറഞ്ഞു, അതായത് റിംഗ് സൈഡിൽ നിൽക്കാൻ പാടില്ല എന്ന്. പിന്നീട് ഇലക്ട്ര ലൂപ്പസും പ്രശ്നമുണ്ടാക്കുമ്പോൾ അവരെയും ബാക്ക് സ്റ്റേജിലേക്ക് വിട്ട് ഇവർക്ക് തമ്മിലുള്ള മാച്ച് സ്റ്റാർട്ട് ചെയ്തു. മാച്ചിന്റെ അവസാനത്തിൽ LA നൈറ്റ് BFT ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ LA നൈറ്റ് ആണ് വിൻ ചെയ്ത് സ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയത്. അപ്പോൾ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് തന്നെ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ വെച്ച് 2 മാച്ച് കൺഫേം ആയി. ഒന്ന് കർമലോ ഹേസ് വേഴ്സസ് അൻഡ്രായിഡ് ഇവർക്ക് തമ്മിലുള്ള മാച്ച്, അതുപോലെ തന്നെ അപ്പോളോ ക്രൂസ്, ബാരോൺ കോർബൻ, സാന്റോസ് എസ്കോബാർ ഇവരുടെ ടീമിനും ഒരു മാച്ച് കൺഫേം ആയിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക്. പിന്നീട് 6 വുമൺ ടാഗ് ടീം മാച്ച്. ഈ മാച്ച് നടന്നത് ബിയാങ്ക ബെല്ലർ, ജേഡ് കാർഗിൽ ആൻഡ് നയോമി വേഴ്സസ് ബ്ലയർ ഡാവൻപോർട്ട്. ടാഗ് ടീം ചാമ്പ്യൻസായ ആൽബ ഫയർ ആൻഡ് ഐല ഡോൺ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഇവർക്ക് മുൻപ് മാച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബോറടിക്കാറുണ്ട്. എന്നാൽ ഈ മാച്ച് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ബോറടിക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ബിയാങ്ക ബെല്ലർ, ജേഡ് കാർഗിൽ ഇവരെല്ലാം റിംഗ് സൈഡിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ നയോമി ബ്ലയർ ഡാവൻപോർട്ടിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ നയോമി മൂലം ബിയാങ്ക ബെല്ലർ ആൻഡ് ജേഡ് കാർഗിൽ ടീമാണ് ഈ മാച്ചിൽ വിൻ ചെയ്തത്. ബാഷിൻ ബെർലിനിൽ ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചും ഉണ്ട്. അതായത് ബിയാങ്ക ബെല്ലർ, ജേഡ് കാർഗിൽ വേഴ്സസ് ആൽബ ഫയർ ആൻഡ് ഐല ഡോൺ ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്. പിന്നീട് സോളോ സിക്കാവയുടെ ബ്ലഡ് ലൈൻ ടീമിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ സോളോ സിക്കാവ വന്നതിന് ശേഷം അവിടെയുള്ള ഫാൻസിനോട് അംഗീകരിക്കാൻ പറയുന്നുണ്ട് ട്രൈബൽ ചീഫായിട്ട്. അപ്പോൾ ഫാൻസ് എല്ലാം റോമൻ റെയിൻസിന്റെ പേര് പറഞ്ഞ് ചാൻറ്റ് ചെയ്യുമ്പോൾ ബഹളം വയ്ക്കാതിരിക്കാനായിട്ടും തനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്നൊക്കെ സോളോ സിക്കാവ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബഹളം വെച്ചാലും കാര്യമില്ല, റോമൻ ഇന്നിവിടെ വന്നിട്ടില്ല എന്നും സോളോ സിക്കാവ പറയുന്നുണ്ട്. പിന്നീട് സോളോ സിക്കാവ ജേക്കബ് ഫാട്ടുവിനെ മെൻഷൻ ചെയ്ത് സെഗ്മെന്റ് കൊണ്ടുപോകും. അതായത് ജേക്കബ് ഫാട്ടുവിന്റെ കയ്യിലുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നീട് ജേക്കബ് ഫാട്ടു കൊടുക്കാൻ നോക്കുമ്പോൾ അത് ടോങ്ക ലാവിക്ക് കൊടുക്കാനായിട്ട് സോളോ സിക്കാവ പറയുന്നുണ്ട്. അപ്പോൾ ജേക്കബ് ഫാട്ടിന് ചെറിയൊരു ഇഞ്ചുറി ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സിന്റെ കയ്യിലുള്ള അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് ബ്ലഡ് ലൈൻ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റിയും സോളോ സിക്കാവ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകും. അതായത് പഴയ റോമൻ റെയിൻസിന്റെ പോലെ ഇപ്പോൾ സോളോ സിക്കാവയും പഴയ സോളോ സിക്കാവയുടെ പോലെ ഇപ്പോൾ ജേക്കബ് ഫാട്ടും ഇങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് ബീഫ് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം ബ്ലഡ് ലൈൻ ടീമിനെ കളിയാക്കി പിന്നീട് ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനേക്കാൾ മുൻപായിട്ട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ LA നൈറ്റ്
ബാഷിൻ ബെർലിനിൽ മാച്ച് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയും ആ മാച്ച് ഒരു ഓപ്പൺ ചാലഞ്ച് ആണെന്നും ആർക്ക് വേണമെങ്കിലും ആ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് തൻ്റെ കൂടെ മാച്ച് ചെയ്യാമെന്നും ആര് മാച്ച് ചെയ്താലും താൻ തന്നെയായിരിക്കും സ്റ്റിൽ ചാമ്പ്യനായിട്ട് അവിടെ നിന്നും പോരുക എന്നൊക്കെയാണ് LA Knight ഈ സെഗ്മെന്റിൽ പറഞ്ഞത്. അപ്പോൾ ഈ മാച്ച് ഇങ്ങനെ വെച്ചത് നന്നായിട്ടാണ് തോന്നിയത്. എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി ഈ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ജയിക്കാൻ പോകുന്ന സമയത്ത് ജേക്കബ് ഫാട്ടോ സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ അറ്റാക്ക് ചെയ്തു റിംഗ് സൈഡിൽ വെച്ചുകൊണ്ട്. പിന്നീട് കോൺട്രാക്ട് സ്ക്വാഡ് എല്ലാം തിരിച്ച് അറ്റാക്ക് ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അവസാനം ബ്ലഡ് ലൈൻ ടീം തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസായി ഈ മാച്ച് വിൻ ചെയ്തത്. സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഈ മാച്ചിൽ തോറ്റുപോയി. അതായത് ചീറ്റ് ചെയ്താണ് ഇവർ ഈ മാച്ച് ജയിച്ചിട്ടുള്ളത്. മാച്ചിന് ശേഷം ഇവർ വീണ്ടും സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ DIY ടീം വന്ന് ഇവരെ സേവ് ചെയ്തിട്ട് സോളോ സിക്കാവയ്ക്ക് ഇവരുടെ ഡബിൾ ഫിനിഷർ കൊടുക്കാൻ നോക്കി. പക്ഷെ ജേക്കബ് ഫാട്ടോ കാരണം സാധിച്ചില്ല. പിന്നീട് സോളോ സിക്കാവ ലീഡ് ചെയ്ത് ജോണി ഗർഗാനോ അതുപോലെ തന്നെ ടൊമാസോ സിയമ്പ ഇവർക്ക് രണ്ടുപേർക്കും സമൗണ്ട് സ്പൈക്ക് കൊടുത്ത് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം DIYക്കാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് കിട്ടേണ്ടത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് നടക്കുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിലായിരിക്കാം റോമൻ വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം. പക്ഷെ ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ വരും എന്ന് ന്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. അതായത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൽ റോമൻ വന്ന് ഇവർ ചാമ്പ്യൻഷിപ്പ് തോൽക്കുമെന്ന്. അപ്പോൾ അത് DIYയുടെ മാച്ചിലായിരിക്കും നടക്കുക. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വുമൺസ് മണി ദി ബാങ്ക് വിന്നർ ടിഫനി സ്ട്രാറ്റൻ, പ്രീറ്റി ഡെഡ്ലി അതുപോലെ തന്നെ വുമൺസ് ചാമ്പ്യൻ നയ ജാക്സനെ എല്ലാം കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് നെക്സ്റ്റ് വീക്ക് മിച്ചിനുമായി നടക്കുന്ന വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിനെയാണ്. അപ്പോൾ ഈ മാച്ച് സാധാരണ മാച്ചായിട്ടല്ല. പിന്നെ ചെൽസി ഗ്രീൻ ആൻഡ് പൈപ്പർ നിവിൻ അവിടെ വന്നുകൊണ്ട് ആ ഒരു മാച്ച് നടക്കുന്ന സമയത്ത് ടിഫനി സ്ട്രാറ്റൻ മണി ദി ബാങ്ക് ക്യാഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് നിൽക്കുന്നത് പോലെയും അത് നയ ജാക്സ് കണ്ടുവരുന്നത് പോലെയൊക്കെ. അപ്പം മൊത്തത്തിൽ നയ ജാക്സ് മിയയും ഇവരുടെ മാച്ചാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് ടാഗ് ടീം മാച്ചാണ്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ആൻഡ് കെവിൻ ഓവൻസ് വേഴ്സസ് ഗ്രേസൺ വെലർ ആൻഡ് ആസ്റ്റിൻ തിയറി ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമിന്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. അതുകൂടാതെ ഈ മാച്ച് കാണുന്ന സമയത്ത് മുഴുവനായിട്ടും കെവിൻ ഓവൻസ് ഹീൽ ടൈം ചെയ്യുന്ന പോലെയാണ് ഈ മാച്ചിൽ കൊണ്ടുപോയിട്ടുള്ളത്. മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഷോയുടെ സ്റ്റാർട്ടിങ് മാച്ചിൻ്റെ പകുതി എല്ലാം വെച്ചുകൊണ്ടും കെവിൻ ഓവൻസ് ഈ മാച്ചിൻ്റെ അവസാനം ഹീൽ ടൈം ചെയ്യും എന്നുള്ള ഡൗട്ട് ലൈവ് കണ്ടപ്പോൾ നമ്മളിൽ പലർക്കും വന്നു കാണും. മാച്ചിൻ്റെ അവസാനത്തിൽ ആസ്റ്റിൻ തിയറിയെ കോഡി റോഡ്സ് ഒരു ക്രോസ് റോഡ്സ് ചെയ്തു. അതുപോലെ തന്നെ കോഡി റോഡ്സിനെ എല്ലാം ഗ്രേസൺ വെലർ റിങ്ങിന് പുറത്തേക്ക് തട്ടിയിട്ടു. അവസാനം കെവിൻ ഓവൻസ് ഗ്രേസൺ വെലറിനെ സ്റ്റണ്ണർ അടിക്കാൻ നോക്കിയപ്പോൾ ഗ്രേസൺ വെലർ ഒഴിഞ്ഞു മാറി. പിന്നീട് ദേഷ്യം വന്ന കെവിൻ ഓവൻസ് പോപ്പ് പവർ ബം ഫിനിഷർ ഗ്രേസൺ വെലറിന് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആൻഡ് കെവിൻ ഓവൻസ് ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം കോഡി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പ് അതായത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് വന്ന് കെവിൻ ഓവൻസ് റിംഗ് സൈഡിൽ നിൽക്കുമ്പോൾ അപ്പോഴും നമ്മൾ വിചാരിച്ചു കോഡി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പ് കൊണ്ട് അടിക്കുമെന്ന്. എന്നാൽ അടുത്ത സെക്കൻഡിൽ ചാമ്പ്യൻഷിപ്പ് കോഡി റോഡ്സിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് കെവിൻ ഓവൻസ് കോഡി റോഡ്സുമായി സെലിബ്രേറ്റ് ചെയ്ത് ഒന്നാകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കെവിൻ ഓവൻസിന്റെ ഒരു ഹീൽ ടൈം എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും. അത് ചിലപ്പോൾ അടുത്ത സ്മാക്ക് ഡൗണിലാകാം, അല്ലെങ്കിൽ ബാഷിൻ ബെർലിനിലാകാം, അല്ലെങ്കിൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ സാമി സൈൻ വന്നതിന് ശേഷം കെവിൻ ഓവൻസ് ഹീൽ ടൈം ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. അതായത് നമ്മൾ ബോറടിപ്പിക്കാതെ മാച്ചെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സാധാരണ നിറയെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ച് ബോറടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റും എല്ലാ കാര്യങ്ങളും ആവശ്യത്തിനുള്ളതായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ ഒരു നല്ല ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.